ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഡലിപ്പൊടിയുടെ റെസിപ്പി ആയാലോ. ഇഡലിപ്പൊടി ആണെന്ന് ഞാൻ പറഞ്ഞാലും ദോശയോടൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇഡലിപ്പൊടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് കൈവിടാതെ വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ തീ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ആ നല്ലൊരു മണം വരുന്ന പരുവമുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. അതുവരെ നമ്മളിതൊന്ന് കൈവിടാതെ വറുത്തെടുക്കണേ. വളരെ ഈസിയാണ് കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല മണമുണ്ട് കേട്ടോ. വീട് മൊത്തം മണമാണ്. അപ്പോൾ നമ്മുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനെ ഒരു പരന്ന പാത്രത്തിലോട്ട് ആക്കി വെക്കാമേ. പരന്ന പാത്രത്തിൽ തന്നെ ആക്കണേ. കാരണം ഇതിൻ്റെ ചൂടെല്ലാം നല്ലോണം ഒന്ന് മാറിയതിന് ശേഷമേ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് നമ്മൾ തയ്യാറാക്കണ്ടേ, അതുകൊണ്ട് ഒരു പരന്ന പാത്രത്തിൽ തന്നെ ആക്കി വെക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. ഇനി അതേ സെയിം പാനിൽ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ്, നമ്മുടെ എടുത്ത സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് സാമ്പാർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതേ പരുവത്തിൽ തന്നെ കൈവിടാതെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാമേ. കണ്ടല്ലോ, ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതും നമ്മുടെ ആ പരന്ന പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ചൂടാറണ്ടേ, അപ്പോൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി അതേ സെയിം പാനിൽ തന്നെ ഞാനൊരു 5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് എരിവ് കുറഞ്ഞതോ കാശ്മീരി ചില്ലിയോ ആണെങ്കിൽ നിങ്ങൾക്കൊരു 10 വരെ എടുക്കാം കേട്ടോ. എരിവൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ചേർക്കാൻ കേട്ടോ. എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ എപ്പോഴും ഓരോരുത്തരുടെ ടേസ്റ്റും വ്യത്യാസമായിരിക്കും അല്ലേ. ചിലർക്ക് കൂടുതൽ വേണം, ചിലർക്ക് കുറച്ച് മതി അല്ലേ. പിന്നെ നമ്മുടെ ആരോഗ്യാവസ്ഥയും എല്ലാം പോലെ ഇരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ എരിവ് എപ്പോഴും എരിവും പുളിയും ഉപ്പും എല്ലാം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാൻ 5 എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉള്ളതും നിങ്ങളുടെ ടേസ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് മുളക് ചേർക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇഡലിപ്പൊടി. ഇനി ഇതെല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമുക്കൊരു കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാമേ. അത് ജസ്റ്റ് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില അഥവാ എന്തെങ്കിലും ചെറിയ നനവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കണേ. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാത്തിനും നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതും അതിൻ്റെയോടൊപ്പം നല്ലോണം ഒന്ന് സെറ്റ് ആയിക്കോളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മുളകെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ സാധനവും കൂടെ അതിനോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് മുൻപ് ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊടിച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമൊന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുക്കുന്നതിൻ്റെ പരുവം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അതായത് ചിലർക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ തരിയായിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എന്നെ പൊടിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസി ആയിട്ടുള്ള ഇഡലിപ്പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് നേരെ കണ്ടെയ്നറിനോട്ടോട്ട് ആക്കരുത്. അതും നമ്മളൊരു പരന്ന പാത്രത്തിലിട്ട്, നമുക്കറിയാമല്ലോ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുമ്പോൾ അതിലൊരു ചെറിയ ചൂടുണ്ട് അല്ലേ. അപ്പോൾ ആ ചൂട് ഒന്ന് മാറിയതിന് ശേഷം മാത്രമേ കണ്ടെയ്നറിനകത്ത് ആക്കുള്ളൂ. എന്നാലേ അത് കുറേ കാലം നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡലിപ്പൊടി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിനകത്താക്കി സൂക്ഷിക്കാമേ. ഇനി ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് കാണിക്കട്ടെ. അപ്പോൾ ഒരു ടീസ്പൂൺ നമ്മൾ ഇഡലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചിലയിടത്ത് നല്ലെണ്ണ ഉപയോഗിക്കാറുണ്ട്. ഏതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ഈസിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കണേ. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം.